എല്ലാവർക്കും മച്ചുവിൻ്റെ കൊച്ചു ഫാമിലിയിലേക്ക് സ്വാഗതം. ഇവിടെ കണ്ട രാവിലെയല്ല, ഇത് വൈകിട്ടാണ്. ചെടി നനക്കൽ പരിപാടിയാണ്. അച്ചുമ്മോ, എന്ത് പരിപാടി? കപ്പ് നോക്കി കാണിച്ചിട്ട് ചെടി നനക്കൽ പരിപാടിയോ? എന്തൊക്കെയാ ചെടിയുള്ളേ? കുറച്ചേ ഉള്ളൂ. പനിക്കൂർക്കയുണ്ട്, തെറ്റുണ്ട്. ചെറുതാണ്ടാവാൻ വലുതായി വരേന്. കറ്റാർവാഴ ചെറുതാണ്. പിന്നെ ചെത്തി, കറ്റാർവാഴ, പനിക്കൂർക്ക. പിന്നെ ഇത് ചെത്തി ഇവിടെ ഉണ്ട് ഇഷ്ടംന്നാല്. പിന്നെ അതേ പനിക്കൂർക്ക ഇവിടെ ഉണ്ട്. ഈ ചെത്തി ഇങ്ങനെ ഇത് ചെത്തിയല്ല, ഇത് നമ്പ്യാർ വട്ടം. നമ്പ്യാർ വട്ടോ? ഇതിൻ്റെയൊക്കെ പേര് നമ്പ്യാർ വട്ടം എന്നൊക്കെയാണോ? പിന്നെ ഇതൊക്കെ ഞാൻ എന്താ മേടിച്ചാണ്ട. ഇത് മേടിച്ചല്ല, ഇതിവിടെ ഉള്ളതാണ്. ഏതാ ഇവിടെ ഉള്ള? ഇത് രണ്ടും നമ്മുടെ ഇവിടുത്തെ ഇതൊക്കെ മേടിച്ചതാണ്. ആ റോസയ്ക്ക് എത്ര ആയിരുന്നു? ഈ റോസാ എന്തിനാ? ഇതിന് 200 അല്ലേ? 200. നല്ല രസമാണ്. 200 അത്. ഓക്കെ, നിറച്ചും പൂവ്. അതിൽ നിറച്ചും പൂവുണ്ടാവുന്ന പറഞ്ഞത്. ഇപ്പം ഉണ്ടായിക്കണ്ട്. ആ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ചെടി നനക്കൽ പരിപാടിയാണ്. ഇത് വേറൊരു ഓറഞ്ചും മഞ്ഞയും കൂടി ഉള്ളതാണ് കേട്ടോ. അതിൻ്റെ പൂ നല്ല രസമുണ്ട്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഉണ്ടാവട്ടെ, ചെറുമൂക്ക് വെള്ളം വേണം. അത് ഇതും ഒരു റെഡ് കളറാണ് കേട്ടോ. ഇനി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന്റെ പേരെന്താ? ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇതിന്റെ പേരറിയില്ല. ഇതിന്റെ പേരറിയുന്നവർ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇതിന്റെ പേരറിയില്ല. ഫസ്റ്റ് കമന്റ് ചെയ്യുന്നവർക്ക് എന്താ സമ്മാനമായിട്ട് കൊടുക്കുക? ഒരു ബിരിയാണി. ഒരു ബിരിയാണിയോ? ഗിവവേ ഒന്നുമില്ല. ഗിവവേ ഒക്കെ ഞാനൊന്ന് വലുതാവട്ടെ. വലുതാവട്ടെ? അതല്ല, ഞാനൊരു വലിയ ആളാവട്ടെ. അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്. വലിയ ആളായി കഴിയുമ്പോ എല്ലാവർക്കും ഗീവവേ ഒക്കെ അങ്ങനല്ല കൊടുക്കുന്നതായിരിക്കും. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാ. ഇത് വരുമാനം കിട്ടുന്നല്ലോ. ഞാൻ വെറുതെ തുടങ്ങിയേക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങി ചിലപ്പോ വരുമാനം കിട്ടുകയാണെങ്കിൽ വരുമാനം കിട്ടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. എന്ത് കൊടുക്കും? എന്തെങ്കിലും ഭക്ഷണമോ അർഹതപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ. അർഹതപ്പെട്ടവർക്കോ? അർഹതയില്ലാത്തവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമുണ്ടോ? അതൊരു കാര്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ബക്കറ്റിൽ കൊണ്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇവനെ കൊണ്ട് വേണം വെള്ളമൊഴിപ്പിക്കാൻ. കാന്താരി മുല്ല അല്ലേ? ഞങ്ങളുടെ മുല്ല കാന്താരി. ഞങ്ങളുടെ അല്ല കേട്ടോ, ഇത് ഇവിടുത്തെ ഓണേഴ്സിന്റെ. പക്ഷെ ഞങ്ങളുടെ ഇപ്പം നമ്മുടെ നമ്മളാണ് ഇങ്ങനെല്ലാം നോക്കി വളർത്തുന്നല്ല. അങ്ങനെ പിന്നെ നമ്മുടെ ഉറക്കം എണ്ണിച്ചുള്ള ഞാൻ ഉറങ്ങിയായിരുന്നു. എനിക്ക് വേറെ എന്താ പണി? നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ പുതിയ പടം എങ്ങനെയുണ്ട്? അടിപൊളി പടമാണെന്നൊക്കെ പറയാന്നല്ല, അവന്റെ അഭിനയം അടിപൊളിയാണ്. അവനോ? ശരിയാ. ചേച്ചിക്ക് അവ സാറിന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒരു അനിയൻ്റെ ഒക്കെ പ്രായമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പുള്ളിയുടെ അഭിനയം അടിപൊളിയാണ്. ചെക്കൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് അഭിനയവും കാര്യങ്ങളെല്ലാം അഭിനയിക്കാൻ പഠിപ്പിച്ചത്? ഞാൻ പിന്നെ സിനിമയുടെ കഥ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. കഥ മനസ്സിലായിട്ടുള്ളവര് കമന്റ് ചെയ്യും. എനിക്ക് വലിയതായിട്ട് മനസ്സിലായില്ല. പക്ഷെ രണ്ട് കഥ പോലെ തോന്നി. ആ പെണ്ണും ആ ചെക്കനും എന്താണ് ഒന്നും അങ്ങനെ മാച്ചിങ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ അഭിനയമാണ് ആ സിനിമയിൽ മെയിനായിട്ട് അവൻ്റെ അഭിനയം ഒന്ന് എടുത്ത് പറയാനുള്ളത്.
അതാണ് വിജയം. അല്ലാതെ വേറെ അതിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നണില്ല. അതിൽ അഭിനയം ഒരു രക്ഷയില്ലാത്ത അഭിനയം. അത് അതിനെ കൊണ്ടേ പറ്റുള്ളൂ. ലോക മൂവിയിൽ പ്രണവ് മോഹൻലാൽ വന്ന എങ്ങനെ ഉണ്ടാവും? ലോക മൂവിയിലോ? അയ്യോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ചിലപ്പോൾ ആവായിരിക്കാം. അല്ല, വന്ന എന്താ അഭിപ്രായം? വന്നാൽ നല്ലതായിരിക്കും. ആ, അവന് നല്ല കഴിവുള്ള ചെക്കനാണ്. വെറുതെ അല്ല, ആരാ പഠിപ്പിച്ചത്? ഞാൻ പഠിപ്പിച്ചത് അവനാ കഴിവ്. അഭിനയം. എന്ത് പഠിപ്പിച്ച്? അഭിനയം. അഭിനയം എന്തൊട്ട് അഭിനയമാണ്. കണ്ടുപോകുമ്പോ ചെവി പോവല്ലെന്നോ? പോണം, ചെവി നോക്കുമ്പോ കണ്ണു നോക്കണം, കണ്ണു നോക്കുമ്പോ മൂക്ക് നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഉണ്ട് പഠിക്കാൻ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കുറെ വിശേഷങ്ങൾ. അച്ഛമ്മ ടാറ്റ, ബൈ ബൈ, സി യു. ഞാനേ അധ്വാനിക്കാൻ പോണം. എന്തോ അധ്വാനിക്കാൻ പോകുന്നത്? നടക്കണ്ടേടാ. ഭയങ്കര അധ്വാനം. അതൊരു 1.5 നടത്തും. ടാറ്റ, ബൈ ബൈ, സി യു.